ബഹുമാനപ്പെട്ട അബൂബക്കർ സാഹിദി സമർഖന്ദി റളിയല്ലാഹു അൻഹു ചൊല്ലി, എൻ്റെ ഷേഖായാൽ ഇമാമുൽ ആമുഷി റളിയല്ലാഹു അൻഹു വന്നാൽ ഞങ്ങൾ ഒട്ടിಗೆ ഒരു തോട്ടത്തിൽ ഇങ്ങനെ കിടന്നിട്ട് ഉറങ്ങിയിട്ടിരുന്ന അവലിയാക്കന്മാർ അങ്ങനല്ലേ, നല്ല ഒരു തോട്ടത്തിൽ കാട്ടിൽ ഉറങ്ങിയിട്ടിരിക്കണം. അങ്ങനെ പാതിരജാവാകുമ്പോൾ എൻ്റെ ഷേഖ് മെല്ലെ എനിക്കിട്ട് പോകേണ്ടത് കണ്ടെത്തും. ഈ ഷേഖ് എവിടെ പോകേണ്ടത് ഞാൻ മെല്ലെ ഫോളോ ആക്കി. അങ്ങനെ തോട്ടത്തെ അപ്പുറത്തുള്ളൊരു വിശാലമായൊരു പൊലയുണ്ട്. അങ്ങനെ ആ പൊലയ്ക്ക് ആ ഷേഖ് മെല്ലെ ഇഞ്ഞിത്ത് ആ പൊലയിൽ മുങ്ങിയിട്ട് എനിക്കിടത് കാണത്തപ്പോൾ ഞാൻ ഗാബരിയായിട്ട് ഞാൻ സഹായത്തിൽ വിരിക്കോ തുടങ്ങി. അത്രനകത്ത് ഷേഖ് മുങ്ങിയിട്ട് എഞ്ചിട്ട് മെല്ലെ വന്നു. അപ്പോൾ ഞാൻ കേട്ടെ, നല്ല ഷേഖ് വർഗലെ ഇതെന്തേ ഈ പാതിരജാവ് പലയ്ക്ക് മുങ്ങിയിട്ട് എഞ്ചി. അപ്പോൾ ചെന്ന് അറത്വൻ അശ്വതലില്ലാഹി സജിദത്തൻ അതൊന്നു അന്ന അഹദൻ മാ സജിദലില്ലാഹി അലിഹാ സജിദത്തൻ. അതായത് ഞാൻ ഈ ദുനിയാവിൽ കുറേ സുജൂദിനോ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, പ്രാക്ടീസ് ആക്കിയിട്ടില്ല. എങ്ങനത്തെ പക്കത്തിൽ ആ പക്കത്തിൽ ഒരാളും വേറെ ആളും സുജൂദിട്ട് പോത്തിയില്ല. അങ്ങനത്തെ പക്കത്തിൽ സുജൂദിനോ ഞാൻ കുറേ ഇങ്ങനെ പ്രാക്ടീസ് ആക്കിയിട്ടില്ല. ചെന്നെങ്കിൽ സുജൂദ് ചിലത് നമുക്ക് ഒത്തുണ്ട്. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെന്ന് ഒരാൾ സുജൂദ് ഒരു പക്കത്ത് ഇട്ടുണ്ടായെങ്കിൽ ആ പക്കെല്ലാം നാല് ആഖിറത്തിൽ ആ മനുഷ്യർ ഗുണമായിട്ട് സാക്ഷി നിൽക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും ഒരു പക്കം നിങ്ങൾ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പക്ക ചേഞ്ച് ആക്കിയിട്ട് എന്നൊരു പക്കം നിസ്കരിക്കും. കാരണം ആ പക്ക എന്താവും നാല് ആഖിറത്തിൽ നിങ്ങൾ ഗുണമായി സാക്ഷി നിൽക്കുന്നുണ്ട്. അപ്പോൾ സുജൂദിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ക അത് ആ പക്കത്തൊരു വിശേഷമായ ഒരു മഹത്വം അല്ലാഹു കൽപ്പിച്ചതാണ്. നാല് ആഖിറത്തിൽ നമുക്ക് ഗുണമായൊരു സാക്ഷി നിൽക്കുന്നു. അപ്പോൾ ബഹുമാനപ്പെട്ട ഷേഖ് ആമുഷി റളിയല്ലാഹു അൻഹു ചിന്തിച്ചിട്ട് നക്ക് നാല് ആഖിറത്തിൽ ചില പക്ക സുജൂദിൻ്റെ പക്ക നക്ക് ഗുണമായൊരു സാക്ഷിക്കും. എങ്ങനത്തെ പക്കായിട്ടിരിക്കുന്നത് ആ പക്ക വേറെ ആരും ആ പക്കത്ത് സുജൂദിട്ട് പോയിട്ടില്ല. അങ്ങനത്തെ പക്ക അപ്പോൾ പല ചിലത് ആരും സുജൂദിൻ്റെ പക്ക അല്ലല്ലേ, അതുകൊണ്ടായിരിക്കണം ആ പല കഴിഞ്ഞിട്ട് സുജൂദിൻ്റെ. അപ്പോൾ നമുക്കൊരു മഹാന്മാരെ ചിന്താഗതി നോക്കും. അള്ളാഹു തന്നെ നേമത്വമായിട്ട് ജാവോ കിടന്നുറങ്ങിയിട്ട് അള്ളാഹുടെ ബാങ്ക് കേൾക്കുമ്പോൾ സുബൈക്ക് എഞ്ചിട്ട് ജനറക്കാത്ത് നിസ്കരിച്ച് റബ്ബു സുജൂദിനവും മണിക്കൽ നങ്ങയോടെ അതേ സന്ദർഭത്തിൽ പാതിരാജാവ് എഞ്ചിട്ട് ആ ചരിയിൽ കൊലയിൽ മുങ്ങിയിട്ട് സുജൂദിൻ്റെ ആ മഹാന്മാരെയോടെ അങ്ങനെ ആ ഒരു വലിയൊരു ചെറിയൊരു ത്യാഗങ്ങളും ജീവിതത്തിൽ സഹിക്കും. അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.